ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ചോദിച്ചത് ഒരു സർക്യൂട്ട് നിർമ്മിച്ചുകൊണ്ട്, അതായത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സർക്യൂട്ട് നിർമ്മിച്ചുകൊണ്ട് അതിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ LED പ്രകാശിക്കുമോ എന്നായിരുന്നു ചോദ്യം. പക്ഷേ ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒട്ടുമിക്ക പേർക്കും ഏകദേശം ഒരു 99% ആളുകൾക്കും അതിൻ്റെ ആൻസർ അറിയില്ലായിരുന്നു. അതിൽ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവർ കുറച്ച് പേര് ലൈക്ക് അടിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് ആണ് വീഡിയോ മുന്നോട്ട് പോയത്. പക്ഷേ കൂടുതൽ പേർക്കും സംശയമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു സർക്യൂട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ LED പ്രകാശിക്കുമോ? എങ്കിൽ പിന്നെ അതൊന്ന് റിയലായിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുമോ ഇല്ലയെന്ന് മനസ്സിലാക്കാം. ഈ സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 വോൾട്ടിൻ്റെ 3 ബാറ്ററിയും അതുപോലെ ഒരു സ്വിച്ചും ഒരു 3 വോൾട്ട് LEDയുമാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ ഇവ തമ്മിൽ ബന്ധിപ്പിക്കാനായി ഒരു കണക്റ്റിംഗ് വയറും ചില കമ്പി കഷ്ണങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർക്യൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. LED പ്രകാശിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ LED പ്രകാശിക്കുന്നത്? അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ട് ഒന്ന് വിശകലനം ചെയ്യാം. നമുക്കറിയാം, ഈ സർക്യൂട്ടിലേക്ക് 3 വോൾട്ട് LEDയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് LEDയിലേക്ക് 3 വോൾട്ട് എത്തിയാൽ മാത്രമേ LED പ്രകാശിക്കൂ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരേപോലെയുള്ള ധ്രുവങ്ങൾ ചേർത്ത് വച്ചാൽ കറണ്ട് ഫ്ലോ ഉണ്ടാകത്തില്ല. അതായത് LEDയിലേക്ക് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും എത്തത്തില്ല. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്താൽ LEDയുടെ 2 കാലുകളിലേക്കും ബാറ്ററിയുടെ പോസിറ്റീവ് ചാർജ് മാത്രമാണ് എത്തുക. അതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ LEDയുടെ 2 ലെഗിലേക്കും നെഗറ്റീവ് ചാർജ് മാത്രമാണ് എത്തുക. ഈ 2 രീതിയിൽ കണക്ട് ചെയ്താലും LED പ്രകാശിക്കില്ല. അപ്പോൾ ശരിയായ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കാണുന്ന രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് LED പ്രകാശിക്കുക. ഈ രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് LEDയുടെ പോസിറ്റീവ് ചാർജ് നൽകേണ്ട ലെഗിലേക്ക് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് നൽകേണ്ട ലെഗിലേക്ക് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നത്. ഇനി ഇങ്ങനെയൊരു സർക്യൂട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിൽ B എന്ന ബാറ്ററിയും C എന്ന ബാറ്ററിയും തമ്മിൽ ഒരിക്കലും കണ്ടക്ട് ചെയ്യത്തില്ല. കാരണം ഇവ രണ്ടും ഒരേ ധ്രുവങ്ങളിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ താഴെ A എന്ന ബാറ്ററി ഇവ 2 ബാറ്ററിയുമായി കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ A ബാറ്ററിയും B ബാറ്ററിയും കണ്ടക്ട് ചെയ്തുകൊണ്ട് LEDയിലേക്ക് 3 വോൾട്ട് എത്തിക്കുന്നതാണ്. അതേസമയം തന്നെ A ബാറ്ററിയും C ബാറ്ററിയും തമ്മിൽ കണ്ടക്ട് ചെയ്തുകൊണ്ട് ഒരു 3 വോൾട്ട് LEDയിലേക്ക് എത്തിക്കുന്നതാണ്. ചിലർക്കെങ്കിലും സംശയമുണ്ടാകും, LEDയിലേക്ക് എത്ര വോൾട്ടാണ് എത്തുക എന്ന്. ഈ സർക്യൂട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, B ബാറ്ററിയുടെയും C ബാറ്ററിയുടെയും 2 പോസിറ്റീവ് ചാർജുള്ള ധ്രുവങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പോസിറ്റീവും തമ്മിൽ ഒരിക്കലും കണ്ടക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് A ബാറ്ററിയും B ബാറ്ററിയും തമ്മിലും അതുപോലെ A ബാറ്ററിയും C ബാറ്ററിയും തമ്മിലാണ്. ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ സംശയം നിങ്ങൾക്കെല്ലാം മാറിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.